എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ അടുത്ത ദിവസങ്ങളിൽ കേരള നിയമസഭ ഒറ്റക്കെട്ടായി പാസ്സാക്കിയ ജപ്തി വിരുദ്ധ ബില്ലുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജപ്തി വിരുദ്ധ ബില്ല് കേരള നിയമസഭ പാസാക്കി. 1968 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് 2024 നികുതി വസൂലാക്കൽ ബില്ല് നടപ്പിലാക്കുന്നത്. ഇനി കുടുംബങ്ങൾക്ക് തെരുവിലേക്ക് ഇറക്കിവിടാൻ ആകുന്നതല്ല. അതുപോലെ തന്നെ കേരളത്തിലെ ഏതൊരു ബാങ്കിനും ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിൽ തള്ളുന്ന കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാത്തര ജപ്തി നടപടികളും കേരള സർക്കാരിന് ഇടപെടാൻ പൂർണ്ണ അധികാരം നൽകുന്ന ജപ്തി വിരുദ്ധ നിയമമാണ് നിയമസഭ പാസാക്കിയത്. 1968 87 സെക്ഷനുകൾ അടങ്ങിയ നിയമമാണ് കേരള നിയമസഭ ഭേദഗതി ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ റിക്കവറി പ്രൊസീഡിങ്സ് നമുക്ക് നോക്കാം. എല്ലാത്തരം ജപ്തി നടപടികളും ഇടപെടാനും സ്റ്റേ നൽകുവാനും മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും സർക്കാരിന് പുതിയ ജപ്തി വിരുദ്ധ ബില്ല് അധികാരവും അവകാശവും നൽകുന്നുണ്ട്. 25,000 രൂപ വരെയാണെങ്കിൽ തഹസിൽദാരിനും, 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജില്ലാ കളക്ടർക്കും, 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രിക്കും, 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും, 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ കേരള മുഖ്യമന്ത്രിക്കും, 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ കേരള സർക്കാർ എന്നീ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയാവുന്നതാണ്. ഗഡുക്കളും നൽകി സാവകാശം അനുവദിച്ച് നൽകാനും ജപ്തി നടപടികളിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും ഇത് മുഖേന സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി മുതൽ ജപ്തി വസ്തു ഉടമയ്ക്ക് വിൽക്കാവുന്നതാണ്. ജപ്തി ചെയ്ത വീട്, ഭൂമി, കെട്ടിടം, വസ്തു ഇനി മുതൽ ഉടമയ്ക്ക് വിൽക്കാവുന്നതാണ്. ഉടമ മരിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് വിൽക്കാവുന്നതാണ്. ജപ്തി വസ്തുവിൻ്റെ ഉടമയും വാങ്ങുന്ന ആളും നിശ്ചിത ഫോറത്തിൽ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. ഈ രീതിയിൽ നൽകുന്ന അപേക്ഷയിൽ ജപ്തി വസ്തു വിൽപ്പന രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ ചെയ്ത് നൽകേണ്ടതാണ്. അതോടൊപ്പം തന്നെ ജപ്തി വിരുദ്ധ ബില്ല് ഈ കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതാണ്. പലിശ കുറച്ച് നൽകേണ്ടതാണ്. 12% വരുന്ന പലിശയ്ക്ക് 9% കുറച്ച് നൽകാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. ജപ്തി ചെയ്ത വീട്, ഭൂമി, കെട്ടിടം വസ്തു ഉടമയ്ക്ക് തിരിച്ചും എടുക്കാവുന്നതാണ്. ജപ്തി ചെയ്യപ്പെട്ട വീട്, ഭൂമി, കെട്ടിടം വസ്തു ഉടമയ്ക്ക് അവകാശികൾക്ക് തിരിച്ച് എടുക്കാൻ ജപ്തി വിരുദ്ധ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. ജപ്തി വസ്തുവിൻ്റെ പണം ഗഡുക്കളായി നൽകിക്കൊണ്ട് വസ്തു തിരിച്ചെടുക്കാവുന്നതാണ്. ജപ്തി വസ്തു 1 രൂപയ്ക്ക് സർക്കാരിന് ഏറ്റെടുത്ത് ഉടമയ്ക്ക് തിരിച്ചു നൽകാവുന്നതാണ്. ലേലത്തിൽ പോകാതെ വീട്, ഭൂമി, കെട്ടിടം, വസ്തു 1 രൂപ പ്രതിഫലം നൽകി ജപ്തി വസ്തു സർക്കാരിന് ഏറ്റെടുക്കാൻ ജപ്തി വിരുദ്ധ ബില്ല് സർക്കാരിന് അധികാരം നൽകുന്നു. ഈ വിധം ഏറ്റെടുക്കുന്ന ജപ്തി വസ്തു ഉടമയ്ക്കോ ഉടമ മരിച്ചാൽ അവകാശികൾക്കോ സർക്കാർ 5 വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകണം. പണം ഗഡുക്കളായി നൽകാൻ സാവകാശം നൽകുകയും വേണം. 5 വർഷത്തിനുള്ളിൽ ഇത്തരം ജപ്തി വസ്തു ഉടമയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്കും സർക്കാരിനെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നതല്ല. സർക്കാരിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് ഈ വസ്തു ഏറ്റെടുക്കാൻ പാടുള്ളതല്ല. ഒരു തരത്തിലുള്ള രൂപമാറ്റവും വസ്തുവിൽ വരുത്തുവാനും ഒരിക്കലും പാടുള്ളതല്ല. ഇതെല്ലാം ജപ്തി വിരുദ്ധ നിയമം കർശനമായി അനുശാസിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും അനേകം കുടുംബങ്ങൾക്ക് ഈ ഒരു നിയമം കൊണ്ട് വളരെയധികം പ്രയോജനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി തുടർന്നും കാണും വരെ ഗുഡ് ബൈ.